ഹായ് തോംസൺ. നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ സെക്ഷൻസ് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ വന്ന വഴിയിൽ പല തരത്തിലുള്ള ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും, പല കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ മറ്റൊരാൾക്കും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. തോംസന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എവിടെയാണ് സ്ഥലം, എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്നൊന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സാർ എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയാണ്, കേരള കോട്ടയം ജില്ല. അവിടെ വൈക്കം സ്വദേശിയാണ് ഞാനൊരു 7 വർഷമായിട്ട് ഇന്റീരിയർ സർവീസും കൺസ്ട്രക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സർവീസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു 7 വർഷത്തിന് ശേഷം, ഇപ്പൊ 7 വർഷത്തിന് ശേഷമായിട്ട് എല്ലാവർക്കും ഓരോരോ മേഖലയിൽ പുതിയ പുതിയ കാര്യങ്ങളും അവരുടെ അവസരങ്ങളൊക്കെ കണ്ടെത്താൻ സാധ്യമാണ്. അവരുടെ മേഖലയിൽ കുറച്ചും കൂടെ ഗ്രോത്തിന് പറ്റിയതും കുറച്ചും കൂടെ ചാൻസുകളായിട്ടുള്ള അങ്ങനെയുള്ള ഒരു അവസരങ്ങൾ തേടി നടക്കുന്ന ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഞാൻ. ഈ 7 വർഷം കഴിഞ്ഞ് ഇനി എന്താണ് എനിക്ക് ഈ മേഖലയിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു കൺസെപ്റ്റിലായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്കിപ്പോ സാറിന്റെ ഒരു കാൽസോളിലോട്ട് എത്തിപ്പെടാൻ പറ്റിയതും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതും ആ ഒരു കൺസെപ്റ്റില് മുന്നോട്ട് പോകുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്തത്? വെബിനാറിലൂടെയാണോ? എങ്ങനെ ആദ്യമായിട്ടൊരു എൻട്രി കിട്ടിയത്? ഞാൻ ശരിക്കും ഫസ്റ്റ് സാറിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ എന്റെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി ക്ലയൻസിന് എൻക്വയറി വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് ഒരു വാട്ടി അക്കൗണ്ട് എടുക്കണം. അപ്പൊ അതിലൊരു സംശയമായിട്ട് സാറിനോട് മുമ്പിൽ വന്നതാണ്. അങ്ങനെ സാർ അപ്പോൾ പറഞ്ഞു വെബിനാറിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. വെബിനാറിൽ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു. നേരെ വെബിനാറിൽ ഞാൻ ജോയിൻ ചെയ്തു. വെബിനാറിൽ സാറിന്റെ കൂടെ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് ആ വാട്ടിയുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക എന്നതിലുപരി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് തടസ്സമായി ഇരിക്കുന്ന സ്റ്റെപ്പുകൾ, അതായത് കുറച്ച് ടെക്നോളജി ബാക്ക്വേർഡ് ആണ് ഞാൻ. അപ്പൊ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും സാറിൽ നിന്ന് കിട്ടും എനിക്ക് തോന്നി. കാരണം സാറിന്റെ ഓരോരോ കാര്യങ്ങൾ പറയുന്നതും ഓരോ ടെക്നോളജി പരമായിട്ടുള്ള സാറിന്റെ എക്സ്പീരിയൻസും എല്ലാം കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ സാറിൽ നിന്ന് കിട്ടും. എനിക്ക് സാറിന്റെ കമ്മ്യൂണിറ്റിയിൽ ചേർന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മൂവബിൾ ആയിട്ട് പോകാൻ പറ്റും എന്ന് തോന്നിയതിനു ശേഷമാണ് ഞാൻ അങ്ങനെ ഈ കാൽസോളിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു ഓഗസ്റ്റ്, കഴിഞ്ഞൊരു ഓഗസ്റ്റ് മാസമാണ് കാൽസോളിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ. ഓക്കെ, ഇതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ഡിജിറ്റൽ ലീഡറായിട്ട് മാറാനായിട്ട് വീഡിയോസ് ആണ് നമ്മുടെ ഒരു മെയിൻ ഏരിയ എന്നുള്ളത്. ഈ വീഡിയോസ് ഒക്കെ അതിനു മുമ്പ് യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോസ് ചെയ്തിരുന്നോ? കാൽസോളിൽ വന്നതിന് ശേഷം യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് കിട്ടുന്നത്? ആ ഒരു ചേഞ്ച് വീഡിയോയിലേക്ക് വന്നപ്പോൾ ഉള്ള ഒരു മാറ്റം എങ്ങനെയുണ്ട്? സാർ, വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും അങ്ങനെ ഒരു ബാക്ക്വേർഡ് നിൽക്കുന്ന ഒരാളായിരുന്നു. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോയിലോട്ടൊന്നും വരാതെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അധികം ഓവറായിട്ട് സംസാരിക്കാതെ നിൽക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ വെച്ച് ഒരു യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക, അതിലൂടെ ഒരു പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ ഒരു ചലഞ്ചായിരുന്നു. ശരിക്കും കാൽസോളിൽ വന്നതിന് ശേഷം സാറിന്റെ കൂടെ സാറിന്റെ ഗൈഡൻസും അതുപോലെ തന്നെ ഈ കാൽസോൾ കമ്മ്യൂണിറ്റിയിലുള്ള ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും, അവർ ഈ വീഡിയോസ് ചെയ്യുന്നതിലൂടെ അവർക്ക് വരുന്ന ബെനിഫിറ്റ്സ്, അതുപോലെ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റിലോട്ട് നമുക്ക് ഈസി ആയിട്ടും എത്താൻ പറ്റിയ ഒരു മാർഗം എന്നിങ്ങനെയൊക്കെ നോക്കുമ്പോൾ വീഡിയോസ് നല്ലൊരു മാർഗമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് വീഡിയോസ് ആദ്യം ചെയ്തത്. വീഡിയോസ് ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. കാരണം ക്യാമറ നോക്കി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു എപ്പോഴും മനസ്സിൽ നമുക്ക് ഒരു പേടിയായിരിക്കും ആ സംസാരമൊക്കെ. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് അത് എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ ഇടുക എന്നതിലുപരി ഒന്ന് ഒരു ഷോർട്ട് വീഡിയോ ഉണ്ടാക്കുക, അത് ഇടുക. ആദ്യമത്തെ വീഡിയോസ് ഒന്നും പെർഫെക്റ്റ് അല്ലായിരുന്നു. അത് എനിക്ക് തന്നെ ഇപ്പൊ എടുത്തു നോക്കി അറിയാവുന്നതാണ് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടെ നല്ല കണ്ടന്റ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മൈൻഡ് കിട്ടുകയും അത് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ വ്യൂസ് കൂടി വരുന്നതും അതിനനുസരിച്ച് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും. എന്നാൽ കുറച്ചാൾ കഴിയുമ്പോൾ മാർക്കറ്റിലെ പല ആൾക്കാർ അത് കാണാൻ തുടങ്ങുകയും നമുക്ക് അതിനനുസരിച്ച് ഒരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അടുത്ത നല്ല കണ്ടന്റ്, അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. ആദ്യത്തെ ആ ഒരു എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, എങ്ങനെ വീഡിയോ ഇടും, എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ കുറച്ചു നാൾക്കുള്ളിൽ മാറി
പിന്നെ പുതിയ പുതിയ കണ്ടന്റ് മാത്രം അന്വേഷിക്കുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തിച്ചേരുകയും ചെയ്യും. ആ അതുപോലെ തന്നെ സർ, എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നവരോട്, കാൻസർ കമ്മ്യൂണിറ്റിയിലെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും നമ്മുടെ മാർക്കറ്റിലോട്ട് എത്താനുള്ള ഏറ്റവും വലിയൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോസ് ആണ്. നമ്മുടെ ഈ ആ, നമുക്ക് ഈ ലോകം മുഴുവനുള്ള ഒരു മാർക്കറ്റിലോട്ട് നമുക്ക് ഈ വീഡിയോസിലൂടെ എളുപ്പത്തിൽ എത്താൻ സാധ്യമാവും. അതുവഴി നമ്മുടെ ആയിരിക്കുന്ന മേഖലയിൽ നമുക്ക് ഒരു നല്ല ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഓക്കെ, സന്തോഷം. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോസ് ചെയ്തതിന് ശേഷമുള്ള എൻക്വയറീസും അതിനു മുമ്പുള്ള എൻക്വയറീസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എത്രത്തോളം അതിൽ വർധനവ് വന്നിട്ടുണ്ട് ഈ ഒരു ഇത് ചെയ്തതിന് ശേഷം? വീഡിയോസ് ചെയ്തതിന് ശേഷം എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടായി. എൻ്റെ ഈ മാർക്കറ്റിൽ, ഞാനായിരിക്കുന്ന ഈ സ്ഥലത്ത്, അതായത് എൻ്റെ ഈ വൈക്കം പ്രദേശത്ത് നേരത്തെ എന്നെ അറിയുന്നവർക്ക് ഞാനിങ്ങനെ കൺസ്ട്രക്ഷൻ ബിൽഡറായിട്ട് എന്തെങ്കിലും സർവീസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എന്നൊരു പേര് മാത്രമല്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ വീഡിയോസ് ഒക്കെ ചെയ്തതിന് ശേഷം ആൾക്കാർക്ക് എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവുകയും, അവൻ ഇങ്ങനെ ഇന്റീരിയർ ഫീൽഡ് അല്ലെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് എന്നൊരു ഐഡന്റിറ്റി ഉണ്ടാവുകയും കൂടുതൽ കസ്റ്റമറിൽ നിന്ന് ഡയറക്റ്റ് കോളുകൾ വരാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനു മുമ്പ് കഴിഞ്ഞാൽ എനിക്ക് ബിൽഡർമാര് അല്ലെ എഞ്ചിനീയേഴ്സ് അവരിൽ നിന്നുള്ള കോളുകൾ വരുന്ന മാത്രമേ ഉള്ളായിരുന്നു വർക്കിന്റെ ആവശ്യത്തിനായി. എന്നാൽ ഇപ്പോൾ കൂടുതലും എനിക്ക് വരുന്ന ഡയറക്റ്റ് കസ്റ്റമറിൽ നിന്ന് തന്നെയാണ് വരുന്നത്. കാരണം വീഡിയോസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ സൈറ്റിൽ നിന്നുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കൂടുതലും കസ്റ്റമർ ഡയറക്റ്റ് നമ്മളെ വിളിക്കുകയും അതുവഴി നമുക്ക് നല്ലൊരു ഡിഗ്നിറ്റി കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ കസ്റ്റമറിനോട് സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് അത് ശരിയാണ്. നമുക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് റേഞ്ച് കൂടെ കിട്ടുന്നതാണ്. നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറിന്റെ അടുത്ത് പോയി സംസാരിച്ച് നമ്മൾ ആ വർക്ക് കൺവിൻസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രോഫിറ്റ് റേഞ്ച് കൂടെ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായി. നമുക്കിപ്പോൾ നേരിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വീഡിയോസ് നല്ല രീതിയിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ അവയർനെസ് വീഡിയോസ് ചെയ്യുന്നതിലൂടെ നേരിട്ട് കസ്റ്റമേഴ്സ് കണക്ട് ചെയ്യുന്നു. അത് കുറച്ചുകൂടെ നല്ലതായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി നമ്മുടെ അടുത്ത ഒരു മിഷൻ എന്താ? ശരിക്കും ഇന്റീരിയർ ഡിസൈനിങ്ങിൽ കുറെ അധികം എക്സ്പീരിയൻസസ് ഉണ്ട്, ഇപ്പോൾ നന്നായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കഴിയുന്നു. എന്താ ശരിക്കും ഇനിയുള്ള തോമസിന്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്? സാറേ, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വീട് പണിയുന്നവരെ ഹെൽപ്പ് ചെയ്യുക, അവരുടെ പൈസ നഷ്ടമാകാതിരിക്കാനും നല്ലൊരു വീട് ഒരുക്കാനും അവർക്ക് തുടക്കം മുതൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് വീട് പണിയാവുന്ന രീതിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഓരോരോ സ്റ്റെപ്പിലും തിരഞ്ഞെടുക്കേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ, അതായത് വർക്ക് എടുക്കുന്നവരും വർക്ക് ചെയ്യിക്കുന്നവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അതിന്റെ പ്രധാന ഉദ്ദേശം വീട്ടുകാർക്ക് പൈസ നഷ്ടമാകാതെ തന്നെ അവർ ആ പൈസ സേവ് ചെയ്യാൻ സഹായിക്കുക എന്നൊരു കൺസെപ്റ്റിലോട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ഞാൻ ആ ഒരു മിഷന് വേണ്ടിയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എനിക്കറിയാൻ പാടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങളും കൂടെ പഠിച്ച് കുറച്ചും കൂടെ അതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു ഫാമിലിക്ക് വളരെയധികം പ്രയോജനകരമാകുന്ന രീതിയിൽ മാറിയെടുക്കുക ഒരു മിഷൻ സെറ്റ് ചെയ്ത ഒരു മിഷനിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. അതെ, ഓരോ വീടും ആൾക്കാർ വെക്കുന്ന സമയത്ത് സാധാരണ ചെറിയ ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ അവരുടെ മുഴുവൻ സമ്പാദ്യവും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ആ സമയത്ത് പൈസ നഷ്ടമാകാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതാണ് ചെയ്യുന്നത്. ഒരു വലിയ മിഷനാണ്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന മെമ്പേഴ്സ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ വീട് പണിയിൽ 1,00,000 രൂപ 2,00,000 രൂപ സേവ് ചെയ്യാൻ ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമ്മുടെ നാട്ടിൽ വളരെ ആവശ്യമുള്ളൊരു മിഷനാന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഈ അറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യണം, കോൺട്രാക്ടേഴ്സും പല ആൾക്കാർ പറയുന്നത് അതുപോലെ അങ്ങ് വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ സാമ്പത്തികം ഒരു സൈഡിൽ നഷ്ടമാവും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് വലിയൊരു സഹായം തന്നെയാണ്. വളരെ സന്തോഷം. അപ്പം ഇനി ഇതിനു വേണ്ടിയിട്ട് എന്താ വെബിനാർ കാര്യങ്ങളൊക്കെയാണോ തോമസൻ ഇനി ചെയ്യാനായിട്ട് പോവുക? ഇങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാൻ ഏത് മെത്തേഡ് വഴിയാ സഹായിക്കാൻ പോകുന്നത്? സാർ, ആദ്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കുക, നല്ല വീഡിയോസ് ഒക്കെ ചെയ്ത് നമുക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള മലയാളീസിനെ അറിയിക്കുക എന്നൊരു ദൗത്യത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഇനി അതിനുശേഷം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെബിനാർ അനൗൺസ് ചെയ്ത് ഈ വെബിനാറിലൂടെ ആൾക്കാരുമായിട്ട് സംസാരിക്കുക, അവരുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതിൽ നിന്ന് കുറച്ച് 1-to-1 നടത്തുക. ആൾക്കാർക്ക് എന്താണ് അതിന്റെ ആവശ്യം, അവർക്ക് ഓരോരോ മേഖലയിൽ അവർ വർക്ക് ചെയ്യുന്ന ഓരോരോ മേഖലയിൽ എന്തിനെ കുറിച്ചാണ് അവർക്ക് കൂടുതലായിട്ട് അറിവ് വേണ്ടത്,
എങ്ങനെ ബഡ്ജറ്റ് നിർത്താൻ പറ്റും എന്നതിനുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് സംസാരിച്ചറിഞ്ഞതിന് ശേഷം അതിനുശേഷം ഒരു കോഴ്സ് ബിൽഡ് ചെയ്യുക. ആ കോഴ്സിലൂടെ വീട് പണിയുടെ തുടക്കം മുതൽ എന്തൊക്കെയാണ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലോട്ട് മേടിക്കുന്നത് മുതൽ ആ പ്ലോട്ടിൽ വരുന്ന ഓരോരോ സ്റ്റേജിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സഹിതം ഒരു കോഴ്സ് ബിൽഡ് ചെയ്യുക. അത് ആ കോഴ്സ് ഈ ഒരു ചെറിയ ഫീസിന് ഇതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തി ഏകദേശം ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പം ഒരു 5,000 ആ റേഞ്ച് ഒക്കെ കൊടുത്തിട്ട് ഒരു ലൈഫ് ടൈം ആക്സസോട് കൂടി തോംസന്റെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുകയും അവരുടെ വീട് പണി കഴിയുമ്പോൾ 1 ലക്ഷം മുതൽ 2 ലക്ഷം അതിന് മുകളിലോട്ട് സേവ് ചെയ്യാൻ എവിടെയൊക്കെ സേവ് ചെയ്യാൻ കഴിയുമോ അങ്ങനെ കാശ് സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക, അതാണ് ചെയ്യുന്നത് അല്ലേ? അത് തന്നെ. വളരെ സന്തോഷം. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോസ് കാണുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ തോമസിന്റെ കോൺടാക്ട്സ് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആ ഒരു നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാരെ ബിസിനസ് ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ധാരാളം കാര്യങ്ങൾ ചെയ്യും, പക്ഷേ ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാത്ത ഒത്തിരി പേരുണ്ട്. കാരണം അവർ ജസ്റ്റ് ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന് ഒന്ന് കൈതെളിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിയ സാധ്യതയാണ്. അങ്ങനെയുള്ള മെമ്പേഴ്സ് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് വീഡിയോ കാണുന്ന ബിസിനസ് റൺ ചെയ്യുന്ന മെമ്പേഴ്സിനോട് എന്താണ് തോമസിന് കൊടുക്കാനുള്ള മെസ്സേജ്? പ്രത്യേകിച്ച് ഇതുവരെയും വീഡിയോസ് ചെയ്തിട്ടേ ഇല്ല, അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷെ ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല, അങ്ങനെയുള്ളവരോട് എന്ത് മെസ്സേജ് ആണ് തോമസിന് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത് നമ്മളെ ഒരു ജെന്യൂനിറ്റി, എന്താണ് നമ്മുടെ ബിസിനസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ഉദ്ദേശം നമുക്ക് കറക്റ്റായിട്ട് ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റുന്ന വീഡിയോസിലൂടെയാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മുടെ കസ്റ്റമറിന്റെ ഫ്രീ ടൈം നോക്കി അവർക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു മാർഗമാണ് ഈ സോഷ്യൽ മീഡിയാസ്. ആ ഒരു മീഡിയാസിലൂടെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു വീഡിയോസിലൂടെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് അവരുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് കാണുകയും അതുവഴി നമ്മളിലോട്ട് എത്തുകയും ചെയ്യുന്നതാണ്. അങ്ങനെ നല്ലൊരു ബിസിനസ് അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്ലയൻസുമായിട്ട് അവർക്ക് കുറച്ചും കൂടെ നമ്മളെ വിശ്വാസമാവുകയും നമ്മളിൽ നിന്ന് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഈ വിശ്വാസമാണ് ഈ കച്ചവടത്തിന്റെ ഏറ്റവും മെയിൻ പോയിന്റ്. അതിന്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു വീഡിയോസിലൂടെ നമ്മൾ എത്തുമ്പോൾ കസ്റ്റമർക്ക് മാറുകയും അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആ പ്രോഡക്റ്റിന്റെ വിലയും അതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗം ഈ വീഡിയോസ് ആണ്. അത് നിങ്ങൾ ഒരു യൂട്യൂബ് അല്ലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ഒരു നല്ല പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ക്യാച്ച് ചെയ്യും. അവരുടെ ഫ്രീ ടൈമിൽ അവർക്ക് ഇരുന്ന് കണ്ട് അതൊരു ക്യാച്ച് ചെയ്യും. അതിലൂടെ നിങ്ങളിലോട്ടുള്ള ട്രാഫിക് കുറച്ചും കൂടെ എളുപ്പമാവുകയും ചെയ്യുന്നു. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഏതെങ്കിലും മെമ്പേഴ്സ് നിങ്ങളുടെ വീഡിയോ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഞാനിവിടെ താഴെ 10 ഡേയ്സ് വീഡിയോ ചലഞ്ചിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സൗജന്യമായിട്ട് മറ്റ് ചാർജുകളില്ലാതെ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് വീഡിയോ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ തോംസൺ നമ്മുടെ ഈ ഒരു യാത്രയിൽ കാൽസൂളിലേക്ക് ഒരു വെബിനാർ വഴി പങ്കെടുക്കുന്നു, അതിനുശേഷം വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നു. ഡയമണ്ടിലേക്ക് സ്വിച്ച് ചെയ്തതിന് ശേഷമുള്ള തോംസന്റെ അനുഭവം എങ്ങനെയാണ്? മറ്റുള്ള മെമ്പേഴ്സുമായിട്ടുള്ള അവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? ഞാൻ കാൽസോളിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് മാസമാണ്. ഓഗസ്റ്റ് മാസം വന്ന് കുറച്ചാൾ ഞാൻ അതിൽ വർക്ക് ചെയ്ത് അതിന്റെ കോഴ്സസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് ഇതിൽ എന്തെങ്കിലും ചെയ്യണം. ഓരോ കാര്യങ്ങൾ സാറ് വീഡിയോസിന്റെ ഇമ്പോർട്ടൻസ് അതിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ആദ്യപടി എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും അങ്ങനെ ശരിയാണില്ല. അങ്ങനെ ഞാൻ പതിയെ ഡയമണ്ട് മെമ്പർഷിപ്പിലോട്ട് വന്നു. അവിടെ വന്ന സമയത്ത് എനിക്കൊരു ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് ചുറ്റുപാടുള്ള എല്ലാവരും അവരവരുടെ മേഖലയിൽ ആർട്ടായാലും GST അല്ലെ സോഷ്യൽ മീഡിയ അല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെ പല മേഖലയിൽ നിൽക്കുന്നവരും അവരുടെ മേഖലയിലോട്ട് ഉയർച്ചയ്ക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് വീഡിയോസ് ഇടുന്നതും അതുപോലെ തന്നെ വെബിനാർ ചെയ്യുന്നതും കോഴ്സസ് ബിൽഡ് ചെയ്യുന്നതും അങ്ങനെ പല പല എക്സ്പീരിയൻസ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ആ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ നേരത്ത് നമുക്ക് തന്നെ തോന്നും, അതായത് വീഡിയോസ് ഇടാതെ ഞാൻ വീഡിയോസ് ഇടണം, അതിനൊരു സപ്പോർട്ട് എന്നുള്ള നമുക്ക് അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരോട് ഓരോ ഹെൽപ്പുകൾ ചോദിച്ചാൽ തന്നെ അവരുടെ സൈഡിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് നമുക്ക് വരുന്നത്.
ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും, അപ്പൊ ഈ ഒരു സമയത്ത് ഇന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഇവിടെ ആദ്യമേ തന്നെ അങ്ങനെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു. എനിക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി, ഡയമണ്ട് കമ്മ്യൂണിറ്റിയുള്ള ഒന്ന് രണ്ട് യൂട്യൂബിലൊക്കെ 2 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള മാഡം ഒക്കെ ഉണ്ട്. അവരുടെ നിന്നൊക്കെ നല്ലൊരു സപ്പോർട്ടാണ്. കാരണം എനിക്കൊരു 20 പോലും ആയിട്ടില്ല ആ സമയത്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ്. ആ മാഡം ഒക്കെ നല്ല രീതിയിൽ ഒരു ഹെൽപ്പാണ് തന്നത്. ഇന്ന രീതിയിൽ ചെയ്താൽ മതി, അപ്പൊ കുറച്ചും കൂടെ നിങ്ങൾക്ക് വീഡിയോസ് ഇടാനുള്ള ഹെൽപ്പും അതുപോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിനെ കുറിച്ച് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ഹെൽപ്പാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുക എന്നതിനേക്കാൾ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ മേഖലയിൽ നല്ലൊരു ഗ്രോത്തിലോട്ട് എത്താം എന്നൊരു ഫീൽ നമുക്ക് കിട്ടുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ്. വളരെ സന്തോഷം. നമ്മൾ വിജയിക്കുന്ന അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് അവരുടെ കൂടെ കൂടുമ്പോൾ തന്നെ നമ്മളും കൂടി ആ ഒരു ഇതിലേക്ക് എത്തും എന്നുള്ളതാണ്. വളരെ സന്തോഷം. തോംസൺ, നമ്മുടെ ഈ ഒരു ജേണി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇതൊരു ഫസ്റ്റ് ഹോൾ ഓഫ് ഫെയിം ആണ്. ഇനി നമുക്കൊരു വലിയൊരു അച്ചീവ്മെന്റ്സുമായിട്ട് ഇനിയും നമുക്ക് ഇതുപോലെ ഇന്റർവ്യൂവിൽ വരണം. ആ സമയത്ത് ഒത്തിരി ആൾക്കാരെ സഹായിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് വീട് വെക്കുന്ന ആൾക്കാരെ അവരുടെ സാമ്പത്തികം നഷ്ടമായി പോവാതിരിക്കാൻ അവരെ സഹായിക്കുന്ന മാക്സിമം നന്നായിട്ട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക, അത് ലളിതമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തോമസിനെ പോലെയുള്ള ആൾക്കാർ ഈ ഫീൽഡിൽ നമ്മുടെ കേരളത്തിൽ വളരെ ആവശ്യമാണ്. കേരളത്തിനകത്തും പുറത്തും സർവീസ് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ. കേരളത്തിൽ അറിയപ്പെടുന്ന ഒത്തിരി ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഇനിയും ഇതുപോലെയുള്ള മീറ്റിംഗ്സിൽ വീണ്ടും കാണാം. ഇതൊരു ഫസ്റ്റ് തുടക്കമാണ്. അടുത്തൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് ഒരു സ്വന്തമായിട്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് അതിനകത്ത് ഒത്തിരി ആൾക്കാരൊക്കെ വന്നതിന് ശേഷം ഒരു നിശ്ചിത അച്ചീവ്മെന്റ്സ്, ഞാൻ എപ്പോഴും പറയാം, മന്ത്ലി ഒരു 10 lakhന് മുകളിൽ നമുക്ക് എല്ലാ ചെലവും പോയിട്ട് വരാൻ തക്കവണ്ണം ബിസിനസ്സിനെ നമ്മൾ ഫോം ചെയ്യണം. നമ്മുടെ മനുഷ്യന് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷെ ഓട്ടോമേഷൻസും സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യും. കാരണം നമ്മൾ രണ്ടുപേരും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹോൾ ഓഫ് ഫെയിം ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യുന്നു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കിടന്നുറങ്ങുമ്പോഴും കുട്ടികളെടുത്ത് കളിക്കുമ്പോഴും ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്. ഇതാണ് വീഡിയോയുടെ പവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്ന കാര്യം ഒത്തിരി ആൾക്കാരിലേക്ക്, ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലായിരിക്കുന്ന മെമ്പേഴ്സ് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ക്യാമറ ഇഗ്നോർ ചെയ്യരുത്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒത്തിരി സാധ്യത വരുന്നുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി, തോംസൺ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ട്രസ്റ്റ് വാല്യൂ ബിൽഡ് ചെയ്യുന്നത് ക്യാമറയാണ്. നമ്മൾ ഒരു ജെനുവിനിറ്റി, കാരണം നമ്മൾ വളരെ ജെനുവിനായിട്ടുള്ള മനുഷ്യനാണെങ്കിലും അത് മറ്റുള്ളവർ അറിയണമെങ്കിൽ ക്യാമറയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്യാമറയുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാനാണ്, കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ നിങ്ങൾക്കും കഴിയും. സോ തോംസൺ, നമ്മുടെ ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് വീണ്ടും അടുത്ത ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിലേക്ക് വരാം. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തോംസന് നമ്മുടെ ഈ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ എല്ലാവർക്കും അവരവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നല്ലതായി തീരാനായിട്ട് ആഗ്രഹമുണ്ടാവും. ഈ നല്ലതായി തീരാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം നമുക്ക് വീഡിയോസിലൂടെ ആൾക്കാരിലോട്ട് എത്തുക. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ നല്ലൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോസ് ചെയ്യുക. ആ ഒരു വീഡിയോ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാരിലോട്ട് എത്തിക്കുക. അങ്ങനെ ഒരു വലിയൊരു സമൂഹത്തെ നിങ്ങളുടെ ഒരു മേഖലയിൽ നിങ്ങൾക്ക് സേവനം കൊടുക്കാൻ സാധ്യമാവുന്നതാണ്. ഓക്കെ, സന്തോഷം. താങ്ക് യു തോംസൺ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.